നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പോൾ 2 യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ക്ഷീണമാണ് കേട്ടോ. എന്നാലും നിങ്ങളെ കാണാതെ പോയതല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ചെറിയ ചെറിയ സിമ്പിളാണ് ടിപ്പ്. അപ്പോൾ ഇത് നമ്മൾ വളരെയധികം കെയർ ചെയ്യണം കേട്ടോ. ഇത് മുടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യണം എന്നാണ്. ചെറിയ പാക്കും ചെറിയ ടിപ്പും ഒക്കെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അത് മിക്കവരും പരീക്ഷിച്ച് നോക്കി എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. തലേ ദിവസം മുട്ട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതും സൂപ്പർ പാക്കാണ് കേട്ടോ. നല്ല മുടിക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരും മുടി. അപ്പോൾ കുറച്ച് പേര് ഡാൻഡ്രഫിൻ്റെ ചോദിച്ചിരുന്നു, ഡാൻഡ്രഫ് മാറാൻ എന്താ ചെയ്യണ്ടേ. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പലതരത്തിലുള്ള ഡാൻഡ്രഫ് പോവാനായിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും കേട്ടോ, എല്ലാ വീഡിയോസും കിട്ടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിൽ നീം ഓയിൽ, അതുപോലെ നീം പൗഡർ, നീം ലീഫ്, ഇതൊക്കെ വെച്ചിട്ടുള്ള കുറേ ഡാൻഡ്രഫിനുള്ളത് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ചെറിയ കുഞ്ഞു ടിപ്പാണ് കേട്ടോ. നമുക്കത് ഡാൻഡ്രഫ് പോകും ചെയ്യും, മുടി വളരും ചെയ്യും കേട്ടോ. സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും, ഫോളിക്കൽസ് വികസിപ്പിക്കും. അപ്പോൾ ഇത് നമുക്ക് ഡാൻഡ്രഫിനും അതുപോലെ ഹെയർ ഗ്രോത്തിനും പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ. അതായത് ഇന്നലെ വെന്ത വെളിച്ചെണ്ണയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നാളികേരപ്പാൽ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് ഒരു 2-3 സ്പൂൺ തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അത് പിഴിഞ്ഞ് പാലെടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാക്കി വെളിച്ചെണ്ണയാക്കാം. കുറച്ച് മതി, ഒരു സ്പൂൺ കിട്ടുന്ന രീതിയിൽ മതി കേട്ടോ. അത് ചൂടാക്കിയിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ കേട്ടോ, അത്രയും തന്നെ ഒലിവ് ഓയിൽ ഒഴിക്കും. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് അത്രയും തന്നെ, അതായത് 1 സ്പൂൺ ഒലിവ് ഓയിലാണെങ്കിൽ 1 സ്പൂൺ കോക്കനട്ട് ഓയിലാണെങ്കിൽ 1 സ്പൂൺ ഹണി, തേൻ കേട്ടോ. ഇത് 3ഉം കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് തലോട്ടിലും തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ടായിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയും, ഇതിൽ നിന്ന് എടുക്കുന്ന തേങ്ങാപ്പാൽ ഒന്ന് ചൂടാക്കി കിട്ടുന്ന വെളിച്ചെണ്ണ, അതും അത്രയും തന്നെ ഒലിവ് ഓയിൽ, അത്രയും തന്നെ തേനും കണ്ടോ. ഇത് 3ഉം കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വേണം തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ ഇത് ഗുണം എന്നൊക്കെ ഗുണം ചെയ്യുന്നത്, ഇത് ഡാൻഡ്രഫും പോകും, ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ധാരാളം മുടി വളർന്നുകൊണ്ടിരിക്കും. അതനുസരിച്ചിട്ട് നല്ല തിക്കായിട്ട് വളരും. കാരണം ഒലിവ് ഓയിലാണല്ലോ, ഒലിവ് ഓയിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും സ്കാൽപ്പിലേക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലോണം മുടി വളരും. പിന്നെയുള്ള ഈ ഡാൻഡ്രഫൊക്കെ പോകും, മുടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. ഒലിവ് ഓയിലും ഈ വെളിച്ചെണ്ണയുടെ പ്രത്യേകത, വെന്ത വെളിച്ചെണ്ണ നന്നായിട്ട് മുടി വളരും കേട്ടോ. വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയും. കുട്ടിക്കാലത്ത് അമ്മ തേപ്പിച്ചത് അതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അറിവ് വെച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ എണ്ണകളിങ്ങനെ മാറി മാറി പരീക്ഷിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ അമ്മമ്മ വന്ന് ഓരോ തരത്തിലുള്ള എണ്ണയൊക്കെ കാച്ചി തരും പറഞ്ഞല്ലോ. അപ്പോൾ ഇത് വെന്ത് വെളിച്ചെണ്ണയ്ക്ക് അത്രയും ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാക്ക് എല്ലാവരും തേക്കണം. സിമ്പിൾ പാക്കാണ് കേട്ടോ. എല്ലാവരോടും പറഞ്ഞ പോലെ ഒലിവ് ഓയിൽ ഇത്തിരി നമ്മൾ വെക്കാം. അതുപോലെ അപ്പം എടുത്താൽ മതി. ഈ വെന്ത വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ഈ തേങ്ങ ചിരണ്ടി എടുത്തിട്ട് പിഴിഞ്ഞ് അതിൽ നിന്ന് എടുത്തിട്ട് അപ്പം തന്നെ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെളിച്ചെണ്ണ ഉറി വരും ആ പാലിൽ നിന്ന്. അത് മതി, അത്ര മതി. അതും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്പം നമുക്ക് എടുക്കാവുന്നതാണ്. അതും പിന്നെ ഈ പറഞ്ഞോണം ഒലിവ് ഓയിലും തേനും കൂടിയും ചേർത്തിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അത് തേച്ച് പിടിപ്പിച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. നല്ല സൂപ്പർ പാക്കാണ്. ഉരുക്ക് വെളിച്ചെണ്ണ കൂടാതെ ഒലിവ് ഓയിൽ രണ്ടും നല്ല സൂപ്പറാണ്. അതിൻ്റെ കൂടെ തേനും കൂടി ചേർക്കുമ്പോൾ അത്രയ്ക്കും ഗുണമുണ്ട്. തേൻ ചേർത്തിട്ടുള്ള, മുട്ടയിൽ തേൻ ചേർത്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് പാക്ക് കേട്ടോ. മുടി അതുപോലെ സഡനായിട്ട് മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മുട്ടയും സവാളയും ഉരുളക്കിഴങ്ങും പ്ലസ് തേനും കൂടിയിട്ടുള്ളത് ഒരു പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ.
അത് എങ്ങനെയാണ് എടുക്കുന്നതെന്നും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതും നല്ലതാണ്. ഇതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറും. അപ്പോൾ ഈ വീഡിയോസ് കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എല്ലാം കിട്ടും. ഓൾ അടിച്ചാൽ മതി കേട്ടോ. എല്ലാ വീഡിയോസും കിട്ടും. അതിനകത്ത് പലതരത്തിലാണ്, അതായത് ഈ പലതരത്തിലുള്ളത് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തർക്ക് ഇപ്പോൾ ജോലിക്കാരാവാം, കുട്ടികളാവാം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവാം. അപ്പോൾ ഇവർക്ക് സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് ലളിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സ് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അതേസമയം വീട്ടമ്മമാർക്കാണെങ്കിലും വേറെ വീട്ടിൽ ജോലി എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള ടിപ്സും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ എളുപ്പമൊന്നും ചെയ്യാൻ പറ്റുന്നത് ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതും പലതരത്തിലുള്ള ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എളുപ്പം ഏതാണോ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോസൊക്കെ കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മുടിയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പല പല സംശയങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്ക് അതുപോലെ ഡയറ്റ് നോക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വണ്ണം കുറയാനൊക്കെ ഡയറ്റ് നോക്കുമ്പോൾ നമുക്ക് വേണ്ട പ്രോട്ടീനും കാര്യങ്ങളും കുറയാതെ നോക്കണം. ചില ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്ര പ്രോട്ടീനൊന്നും കിട്ടില്ല, കാൽസ്യം കിട്ടില്ല, അയൺ കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് ബോണിനെ വരെ ബാധിക്കുന്നുണ്ട് കേട്ടോ. ചിലവർ ഇങ്ങനെ ഡയറ്റ് നോക്കുന്നവർക്ക് ഭാവിയിൽ ബോണിന് വരെ പ്രശ്നം ഉണ്ടാകും. വേണ്ട കാൽസ്യം ഒന്നും ഉള്ള ഫുഡ് അവർ കഴിക്കുന്നുണ്ടാവില്ല, നമുക്ക് അകത്തേക്ക് ചെല്ലുന്നുണ്ടാവില്ല. അപ്പോൾ ഡയറ്റ് നോക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അയൺ, കാൽസ്യം ഇതൊന്നും പ്രോട്ടീനൊക്കെ നഷ്ടപ്പെടാതെ വേണം ഡയറ്റൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള വെജിറ്റബിൾസ് കഴിക്കണം, ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കണം, ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. നമ്മളെ കാൽസ്യം വർദ്ധിപ്പിക്കാനും വിറ്റാമിൻ കൂട്ടാനും മുടി കൊഴിച്ചിൽ നിർത്താനൊക്കെ ആയിട്ട്, അതുപോലെ ഹെയർ ഗ്രോത്തിനുള്ള തരത്തിലുള്ള പലതരം ഫ്രൂട്ട്സും കാര്യങ്ങളും അതുപോലെ വെജിറ്റബിൾസും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ കേട്ടവർക്കൊക്കെ ഒരു ആവർത്തന വിരസതയാവും, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. മറ്റുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ പറഞ്ഞല്ലോ, വെന്ത് വെളിച്ചെണ്ണയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ അതിനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കുക. പിന്നെ പല പല എണ്ണകൾ തേക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, കുട്ടിക്കാലം മുതലേ പല എണ്ണ തേച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എവിടെയും നമുക്ക് ഏത് കാലാവസ്ഥയിൽ പോയാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടെ കിട്ടുന്ന എണ്ണ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കുട്ടിക്കാലം മുതലേ കുട്ടികളെ നമ്മൾ വ്യത്യസ്തമായ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എവിടെ പോകാനും. ഭാവിയിൽ അവർ ഹോസ്റ്റൽ സൗകര്യം ഒക്കെ ഉള്ളിടത്ത് കിട്ടുന്ന വെളിച്ചെണ്ണ എണ്ണയോ ഏത് എണ്ണയാണെങ്കിലും അവർക്ക് തേക്കാൻ പറ്റും. അതുപോലെ പാക്കും കാര്യങ്ങളും കേട്ടോ. ചെറിയ കുട്ടിക്കാലം മുതലേ പാക്കും കുഞ്ഞു കുഞ്ഞു ടിപ്സ്, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അലോവേറ ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അലോവേറ തേച്ച് പിടിപ്പിക്കാം അങ്ങനെ. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യും, നമ്മുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പാക്ക് ചിലവർക്ക് തേക്കുമ്പോൾ തന്നെ നീർപ്പിടുത്തം ഉണ്ടാവാൻ കാരണം അവർ തേച്ച് ശീലമില്ലാത്തവരാണ് കേട്ടോ. അതുകൊണ്ട് അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ആദ്യം കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉപയോഗിക്കുക. അലോവേറ പോലെയുള്ള ടിപ്സ് ഉപയോഗിക്കുക, അലോവേറയിൽ ഒലിവ് ഓയിൽ ചേർത്തുള്ള ടിപ്സ് ഉപയോഗിക്കുക. പിന്നെ ചെറിയ ചെറിയ ജെല്ലുകൾ പറഞ്ഞിട്ടുണ്ട്, ഫ്ലാക്സീഡ് ജെല്ലുണ്ട്, ഹൈബിസ്കസ് ജെല്ലുണ്ട്, ഉലുവ ജെല്ലുണ്ട്, അപ്പോൾ ഇത് കറ്റാർവാഴ ജെല്ലുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ തയ്യാറാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വിലപ്പെട്ട വീഡിയോസാണ്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഓരോരുത്തർക്കും ഒരു ദിവസം ഓയിലാണെങ്കിൽ പിന്നെ ഒരു ദിവസം ജെല്ലായിരിക്കും അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ആയുർവേദ പൊടികളായിരിക്കും, പിന്നെ ആയുർവേദ ചെടികളായിരിക്കും കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായതാണ് കേട്ടോ. എക്കണോമിക്കലായിട്ട് നമുക്ക് മുടി സംരക്ഷിക്കാനും പറ്റും, അധികം കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നല്ലാതെ. പിന്നെ അല്പം ഒലിവ് ഓയിൽ, ഇങ്ങനെയുള്ള കുറച്ച് ഓയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കുറച്ച് കളക്ട് ചെയ്ത് വെക്കാം. പിന്നെ ആയുർവേദ പൊടികൾ, നെല്ലിക്കപ്പൊടി, പിന്നെ മൈലാഞ്ചിപ്പൊടി, ഇരട്ടി മധുരം, പിന്നെ ആര്യവേപ്പിൻ്റെ പൊടി, നീം പൗഡർ, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നമ്മൾ കുറച്ചൊക്കെ കളക്ട് ചെയ്ത് വെക്കുക നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും ടിപ്സും കാര്യങ്ങളൊക്കെ
കേട്ടോ. അപ്പം നമുക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ചിലവരെ മുടി എപ്പോഴും ഡ്രൈനെസ് ആയിട്ടിരിക്കും അല്ലേ, ഡ്രൈ ആയിട്ടിരിക്കും, ഡ്രൈനെസ് ഉണ്ടാവും, കാരണം ഹൈഡ്രേറ്റ് ആവില്ല. അപ്പോൾ മുടി താരം വരും, മുടി കൊഴിച്ചിലുണ്ടാവും, ഇതെല്ലാം സംഭവിക്കും. മുടി കുറേ കഴിയുമ്പോൾ നമുക്ക് തലവേദനയൊക്കെ വരും. അപ്പോൾ ഇത് എങ്ങനെ ഡ്രൈനെസ് മാറ്റാം എന്നതിനെ കുറിച്ചും വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കണം. അതുപോലെ വിറ്റാമിൻ ഡി എത്ര തരത്തിലുണ്ട് അതിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്, വിറ്റാമിൻ ഡി കുറഞ്ഞാലുള്ള പ്രശ്നം. അപ്പോൾ ഇതെല്ലാം നമ്മൾ, അതുപോലെ വിറ്റാമിൻ ഡി കഴിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ നമ്മളെ സാധാരണ രീതിയിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ, പൈൽസ്, തൈറോയിഡ്, ഇതുപോലെ ബോഡി ഹീറ്റ് ആവാം. ബോഡി ഹീറ്റ് ആവുക വെച്ചാൽ ബ്ലഡ് ഹീറ്റ് ആവുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡി ഹീറ്റ് ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ സ്ട്രെസ്സ് കൂടുമ്പോൾ താരൻ വരെ ഉണ്ടാവും, സ്ട്രെസ്സ് കൂടുമ്പോൾ. അപ്പോൾ ഇതൊന്നുമില്ലാതെ ശാന്തമായിട്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെ നമ്മളുടെ തല ചൂടാകുന്നവർക്ക് വേണ്ടിയിട്ട് നെല്ലിക്ക പൗഡർ നല്ലതാണ്, കറ്റാർവാഴ നല്ലതാണ്, ജെല്ല് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈനെസ് മാറും, തലയിലേക്ക് നമുക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും, തലയ്ക്കും തലമുടിക്കൊക്കെ. അപ്പോൾ അത് കൊണ്ട് തല ചൂടാവൽ കുറയും. സ്ട്രെസ്സ്, ഈ തല ചൂടാകുമ്പോൾ തന്നെ ചിലവർക്ക് സ്ട്രെസ്സ് ഉണ്ടാവും ആവശ്യമില്ലാതെ, സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ തന്നെ തല ചൂടും. ഇത് ഇങ്ങനെ സൈക്ലിംഗ് ആണ്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതിനെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഭഗവാനെ ഇന്നത്തെ ദിവസം നന്നാക്കി തരണം എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ഏത് പ്രവൃത്തിയിലും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു പൊക്കോളൂ കേട്ടോ. അപ്പം എല്ലാത്തിനും നമുക്കൊരു ശാന്തത കിട്ടും. ശാന്തത കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ചിലർക്ക് ഭയങ്കരമായിട്ട് പ്രഷർ കൂടും അല്ലേ, ചൂടാകുമ്പോൾ ദേഷ്യം വരുമ്പോൾ ബ്ലഡ് ചൂടാവും, ഹൈ പ്രഷറാവും, പിന്നെ തലവേദനയാവും, വായു കയറും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒച്ചപ്പാടും ബഹളമൊക്കെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ എല്ലാ ഓർഗൻസിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അല്ലേ. പെട്ടെന്ന് വായു സ്തംഭിച്ച പോലെയാവും, അങ്ങനെ തലവേദനയാവും, പ്രഷർ കൂടും, ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നമുണ്ട്, ബ്ലഡ് ചൂടാവും. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈശ്വരനെ പ്രാർത്ഥിച്ച് നമ്മളുടെ കർമ്മങ്ങൾ മുന്നോട്ട് പോവുക, നമുക്ക് ഈശ്വരൻ ഫലം തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ആരും മറക്കരുത് കേട്ടോ. ഇതൊക്കെയാണ് പറയാനുള്ളത്. പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പഴയ വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ടിപ്പുമായിട്ട് നാളെ കാണാം.